ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. നല്ല ഉഷാറ് നല്ല വെയിലത്താണ് ഇന്ന് പുഴയ്ക്ക് പോന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒന്നും പോകാൻ കൂടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നമ്മളെ വീഡിയോ അങ്ങോട്ട് തുടങ്ങണത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ ഇന്നത്തെ രാവിലെ ഇതാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സ്വപ്നക്കൂടി ബൈ അനിത സുബ്രഹ്മണ്യൻ. അങ്ങനെ രാവിലത്തെ നമ്മളെ പരസ്യം പെറിയലും കൂടി കഴിഞ്ഞപ്പോൾ ഇതിനൊരു സമാധാനമായില്ലേ. അപ്പം ഇനി നേരെ കുളിയൊക്കെ കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ കണ്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ അടുക്കളയിൽ വന്നപ്പോൾ എന്താ പരിപാടി, അടുക്കളയിലേക്ക് ഇന്ന് വരാനും കുറച്ചും കൂടി ഒരു സന്തോഷവും എന്തൊക്കെയോ ഒരു ഉത്കണ്ഠയും പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ പോണേ. പൊതുവേ നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവും, നമ്മൾ ദോശ, അപ്പം, പുട്ട് ഇതൊന്നും അല്ലാതെ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കലില്ല. അപ്പം അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണല്ലോ നമ്മളൊക്കെ ഈ ഒരു പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു കണക്കുണ്ടാകുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ഒരു ചായക്കടി ഉണ്ടാക്കൊണ്ടായിട്ടോ വന്നിട്ടുള്ളത്. അതും ഈസി പീസി നമ്മളെ വീഡിയോ എൻ്റെ പോലെ തന്നെ ഈസി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അറിയണത് രാവിലെ തന്നെ നല്ല ശുദ്ധമായ നല്ല നമ്മളെ പാലപ്പം ഉണ്ടല്ലോ, ഞങ്ങൾ വെള്ളപ്പം നട്ടാ പറയൽ. അപ്പോൾ പാലപ്പാണ് ഇന്ന് ചുട്ട് തുടങ്ങണത് കേട്ടോ. അപ്പം ഈ പാലപ്പത്തിനുണ്ട് ഒരു കഥ പറയാനായിട്ട്. അപ്പോൾ പണ്ട് ഞാൻ അമ്മനോടൊക്കെ ചോദിച്ചു, അമ്മ ഹോട്ടലിലാണല്ലോ പണിയെടുക്കണത്. അപ്പം അവിടെ ഇഷ്ടം പോലെ ഒന്നും വെള്ളപ്പം ഉണ്ടാക്കുന്നതാണ്, പാലപ്പം ഉണ്ടാക്കുന്നതാണ്. അപ്പം അമ്മക്കറിയാമല്ലോ. അപ്പം അമ്മ അങ്ങനെ ഒരു ദിവസം ഇപ്പോഴൊന്നും അല്ല കേട്ടോ, എനിക്ക് കുഞ്ഞാറ്റൊക്കെ ചെറുതായിട്ടാണ് തോന്നുന്നത് ഉണ്ടാക്കിയത്. പിന്നെ ആ ഒരു പൊയ്ക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ഇതാക്കണം ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ചു നോക്കണത്. അപ്പം അന്ന് എന്താ പറ്റിയേ ചോദിച്ചാൽ, അപ്പം അമ്മ ഹോട്ടലിലായതുകൊണ്ട് തന്നെ അമ്മക്ക് എല്ലാതും നിശ്ചയുണ്ട്, എല്ലാ പരിപാടികളും അറിയും. അപ്പം അമ്മക്ക് എല്ലാ പരിപാടികളും അറിയും. അതിൻ്റെ പകുതി എനിക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. അങ്ങനെ അമ്മനോടൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കി, പേപ്പറിൽ വലിയൊരു പേപ്പറിലൊക്കെ എഴുതി സെറ്റാക്കി. ഓക്കെ, ഞാൻ നാളെ മുതൽ നമുക്ക് വെള്ളയപ്പാണ് അല്ലെങ്കിൽ പാലപ്പാണ് ചുടണമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി എല്ലാ സാധനങ്ങളും കൊണ്ടുവരിച്ച് ഞാൻ അങ്ങനെ കാപ്പി കാച്ചൽ തുടങ്ങി. ഈസ്റ്റ് കൊണ്ടുവന്നിട്ടു. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഏതായാലും മാവ് അങ്ങോട്ട് രാത്രി പൊങ്ങാനങ്ങോട്ട് വെച്ചു. പിറ്റേന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകില്ല. ഈ ആ ഒരു ചുടണമല്ലോ, എല്ലാവർക്കും കൊടുക്കണമല്ലോ, നല്ലപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കാമല്ലോ. പൊതുവെ അങ്ങനെ ഇവിടെ എന്തുണ്ടാക്കി കൊടുത്താലും ഒന്നും നല്ല വർത്താനൊന്നും പറയലൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞാലോ വിചാരിച്ചാണ് ഞാൻ തന്നെ രാവിലെ ഉഷാറായിട്ട് ഇങ്ങനെ വരികയാണ് ചായക്കടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്താണ് ആ വീതന നിറച്ച് ഉഷാറായിട്ട് ഇങ്ങനെ മറ്റേ അഗ്നിപർവ്വം ബുദ്ധം പൊട്ടിയ പോലെ ഇങ്ങനെ പാത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ കവിഞ്ഞ് പോവുകയാണ് നമ്മളെ മാവ്. ഉഷാറായിട്ട്. കാരണം ഈസ്റ്റൊക്കെ കണ്ടമാനം വാരിയൊക്കെ വിതറിയിട്ട് അത് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെ അങ്ങോട്ട് പോയി. പിന്നെ അത് ചുടും വേണ്ട, പിന്നെ എടുത്ത് കളയുകയും വേണ്ട, എന്തൊക്കെയോ കാട്ടി ഞാൻ. ഏതായാലും നന്നായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ മറ്റേ ചെക്കൻ പറഞ്ഞവർക്ക് ചിലവരത് നന്നാവും, ചിലവരത് നന്നാവില്ല. എൻ്റെ ഏതായാലും നന്നായിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞത്. അതോടുകൂടി നമ്മൾ പാലപ്പത്തിൻ്റെ വെള്ളപ്പത്തിൻ്റെ പരിപാടി നിർത്തിയതാണ്. പിന്നെ ഇതാകണം ഇപ്പോഴാണ് ഞാൻ ചുടുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് വെള്ളപ്പത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൊടുന്നത്. അപ്പോൾ അതിലൊക്കെ നോക്കി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ, 1 മണിക്കൂർ വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം രാവിലെ ഞാൻ കുളിക്കാൻ പോണേ, എൻ്റെ കുറച്ച് തൊട്ട് മുന്നേ ഞാൻ കലക്കി വെച്ചിട്ട് പോയി. പിന്നെ കുളിച്ച് വന്നിട്ടാണ് ചുടൽ തുടങ്ങിയത്. അപ്പോൾ അതാക്കുന്നില്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പാലപ്പം വന്നിട്ടുണ്ട്. പാലപ്പം വെള്ളപ്പം എന്നൊക്കെയാണ് ഞങ്ങൾ പറയൽ. അപ്പോൾ ഇതൊക്കെ കറി വേണമല്ലോ. അപ്പോൾ നല്ലപോലെ ചുട്ടു അടിപൊളിയായി. ഇനിയിപ്പം നമുക്ക് ഇൻസ്റ്റൻറ്റ് പൊടി വാങ്ങിയിട്ട് ചുടാം, അങ്ങനെയാണുള്ളത്. അല്ലാതെ ഇപ്പം ഞാൻ കാപ്പി കാച്ചിട്ട് ഇവിടെ ആരും വെള്ളപ്പം തിന്നണ്ട, അങ്ങനെ എല്ലാം ഇതിലായിരുന്നു ഞാൻ. അപ്പം കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഉച്ചക്കും കൂടി കണ്ട് ഞാൻ സാമ്പാറുണ്ട് ഉണ്ടാക്കാം. അപ്പോൾ സാമ്പാറാകുമ്പോൾ ഉച്ചക്കും കൂടി ആകുമല്ലോ. ഒരു വടിക്ക് 2-2.5 പക്ഷീനെ തള്ളിയിരുന്ന ആളാണ് ഞാൻ. ഇപ്പം ചിലവർ വിചാരിക്കും വെള്ളപ്പത്തേക്ക് സാമ്പാറോ എവിടുത്തെ കോമ്പോയാണിതെന്ന്. അത് ഇവിടുത്തെ കോമ്പോയാട്ടോ. ഞാൻ അങ്ങനെ പലതും ചെയ്യും. അപ്പോൾ എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിപ്പോൾ തന്നെ കഴിയൂല. അപ്പോൾ ഉച്ചക്കൊക്കെ ഞാൻ വേറെ കറി ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, സാമ്പാർ വറുത്തരച്ചാൽ തേങ്ങയൊക്കെ വറുത്തരച്ച് അടിപൊളിയാക്കേണ്ടി വെച്ചാൽ അതാണ് കൂട്ടിക്കോളുമല്ലോ. ഏതായാലും ഇപ്പോൾ ആ ഒരു കറി ഇല്ലാതെ അപ്പം ആരും തിന്നൂല. വെള്ളയപ്പം ആരും തിന്നൂല. അപ്പോൾ ഈ ഒരു കറിയൊക്കെ ആകുമ്പോൾ അടിപൊളി ഒരു തേങ്ങ വറുത്തരച്ച സാമ്പാറാകുമ്പോൾ എല്ലാവരും ഇരുന്ന് തിന്നോളം ചോദിച്ചിട്ട് അങ്ങനെ രാവിലെ തന്നെ വറുത്തരച്ച സാമ്പാറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഉഷാറ് നല്ല മിടുക്കി സാമ്പാർ തന്നെയാണ് കേട്ടോ. ഞാനെവിടെ വോയിസ് ഓവർ കൊടുക്കാതിരിക്കണത്, മൂപ്പര് കടന്നുറങ്ങണത് തൽക്കാമ്പുറത്ത് ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ ഭയങ്കര കുരയാണ് വേക്ക് കിടന്നാണ്ട് കേട്ടോ. ഉറക്കത്തിൽ അങ്ങനെ കുരച്ചോട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യരുതല്ലോ. നമ്മൾ തൊട്ട് അപ്പുറത്ത് കോഴിക്കളുണ്ടാവും പോലെ അങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കും. അതൊന്നും ഇപ്പം നമ്മൾ മൈൻഡ് ചെയ്യണേ, നമ്മളെ പരിപാടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ.
അപ്പോൾ അങ്ങനെ നമ്മളെ സാമ്പാറും വയ്ക്കുന്നു, അടിപൊളിയായിട്ടുള്ള സാമ്പാറുമായി വറുത്തരച്ച രാവിലെ തന്നെ വറുത്തരച്ച സാമ്പാറും വെള്ളയപ്പാണ് തിന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ട്, രണ്ടും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു തിന്നാനായിട്ട്. പിന്നെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല ചൂട് മാറിയിട്ടില്ലേന്ന്, അണ്ണാക്ക് പൊള്ളിയെന്ന് പറഞ്ഞാൽ പോരെ, അണ്ടാശയം വരെ കരിഞ്ഞു പോയി. അങ്ങനെ തിന്നപ്പം നല്ല രസമുണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചൂടാറല്ല, നേരെ നമുക്കില്ലാത്തത് കാരണം ഞാൻ അങ്ങനെ തന്നെയാണ് വാരി വരിച്ച് തിന്നുകയാണ് ചെയ്ത്. നമുക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നന്നായി വരുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ആരോടാ പറയേണ്ട അറിയില്ല അല്ലേ. ആരും നമ്മളോട് ഇങ്ങനെ ഒന്നും പറയൊന്നുമില്ല, നല്ലതാണ് കേട്ടോ എന്നൊന്നും ആരും പറയൊന്നുമില്ല. എന്നാലും നമുക്ക് കണ്ടാലറിയാലോ, അല്ല മുഖത്തുനിന്ന് വായിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഒരുമാതിരി ചക്കക്കൂട്ടാൻ തിന്നണതായിരിക്കാണില്ലേ ഇങ്ങനെ പാലപ്പം കറിയും കൂട്ടി തിന്നണത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തിന്നതാട്ടോ, ഒന്നും വിചാരിക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ ഞാനിങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ ഇതാകണ ഒരു കാക്ക വരാനുണ്ട് ഇവിടെ തിന്നാനായിട്ട്. അപ്പോൾ പുറത്തുനിന്ന് എല്ലാ കാക്കയല്ല, ഇതാക്കണം ഈ ഒരു കാക്കയാണ് വരാനുള്ളത്. രാവിലെ ഞാൻ ഈ ഒരു കൊലയിൽ ഇരുന്നിട്ട് ചായ കുടിക്കല് കേട്ടോ. അപ്പം എന്നും വന്ന് ഇതിന് ചേലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ചായ കുടിക്കുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ആ ഒരു കൊമ്പത്ത് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അത് അപ്പത്ത് അവിടെ തന്നെ, നമ്മൾ പേടിയൊന്നുമില്ല, വന്ന് ഒരു ശീലമായി അത്. അപ്പോൾ തൊട്ടപ്പുറത്ത് ആ മാവുമ്മലാണ് കേട്ടോ അതിൻ്റെ കൂടുള്ളത്. ഞങ്ങൾ വർഗിന് പോയി വന്നു. അങ്ങനെ തങ്ങൾ ഉച്ചകലെ വലിയ പരിപാടികളൊന്നുമില്ല ഇത്. പിന്നെ ഞങ്ങൾ വർഗിന് പോയി, കുറച്ച് നേരം ഒന്ന് പയറിൽ പോയി, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം വർഗിന് പോയി. നമുക്ക് വർഗ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ റബ്ബറിൽ കൊള്ളിയൊക്കെ ചാടിയപ്പോൾ അതൊക്കെ എടുക്കാൻ പോയി. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോരുകയാണ്. അപ്പം എൻ്റെ ക്യാമറമാൻ ഇതാക്കണ കുഞ്ഞാറ്റേട്ടാ. പൊതുവെ വിലൊന്നും അങ്ങനെ കിട്ടലില്ല, നമ്മളെ ക്യാമറമാനാകാനായിട്ട് വിലൊന്നും കിട്ടലില്ല. അപ്പോൾ കിട്ടുമ്പോൾ എങ്ങനെയാണ് ഓല മാത്രമേ എടുക്കുള്ളൂ, അതാണ് പാകപ്പാടല്ലൊരു സ്വയിപ്പ്. അപ്പം ഓല് ഇതാക്കണം. കുറേ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട് കേട്ടോ, നമ്മൾ ചേച്ചി പറഞ്ഞത് ലൈവിൽ കൊണ്ടുവരുമോ എന്നുള്ളത്. അപ്പോൾ ഇവൽക്കൊന്നും ടൈം ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ഒഴിവ് സമയമാണെങ്കിലും ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ ഒഴിവാണെങ്കിലും ഇവൽക്കൊന്നും എൻ്റെ ഒപ്പം ഇരിക്കാനുള്ള സമയം ഉണ്ടായില്ല. അതാണിപ്പോൾ ചുരുക്കം. അപ്പം എപ്പോഴും ഒരു ബിസി ആയിരിക്കും. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. പിറ്റേന്ന് വൈകുന്നേരത്തെ വിശേഷം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. രാത്രി കിടക്കണ വരെ ഞാൻ നല്ലൊരു വലിയൊരു വിശേഷം പറയാണ്ട്, അപ്പം അതും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടേന്ന്. അങ്ങനെ വീണ്ടും നമ്മൾ പിറ്റേന്ന് പച്ചക്കറിക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അമ്മ വന്ന് കൈസ്, അമ്മ വന്ന് കൈസ് കൊണ്ട് കൈസ്, അമ്മ വന്ന് നമ്മുടെ ചേല് കൊണ്ടില്ലേ ആരെന്നല്ല നിങ്ങൾ പറയോ, അമ്മ വളരെ മെലിഞ്ഞു പോയല്ലോ പറയും. നിങ്ങളാണ് നന്നായിട്ട് പെരുന്നല്ല. അങ്ങനെ അമ്മക്ക് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ പച്ചക്കറി കാണാനായിട്ട് പോകുന്നുണ്ട്. നമുക്ക് പച്ചക്കറി കാണാമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിടേക്ക് വന്നതാണ്. പിന്നെ കുറച്ച് വെള്ളരി ഉണ്ടല്ലോ അവിടെ, തെരവ് വെള്ളരി ഇട്ടിക്കണ്. അപ്പോൾ അത് അമ്മക്ക് പിറ്റേന്ന് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ, അതും എടുത്ത് പോരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പച്ചക്കറി പോയി, വെള്ളരിയൊക്കെ എടുത്തു, പയറൊക്കെ കണ്ടു, ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് പോന്നു. പിന്നെ വീട്ടിലെത്തിയാലേ പിന്നെ പയറുപ്പേരി നന്നാക്കി കുത്തിരിക്കുന്നു അമ്മ. പയറ് ഉപ്പേരി വെക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പേരി നന്നാക്കി കുത്തിരിക്കുന്നു. പിന്നെ നോമ്പുമല്ല, അപ്പോൾ ഇറച്ചി മീനൊന്നും വാങ്ങിയിട്ടുമില്ലല്ലോ. അപ്പോൾ അമ്മക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ, ഇറച്ചി മീനൊക്കെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഹോട്ടലിലാവുമ്പോൾ കഴുകലും പിടിക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു മടുപ്പാണ്. അപ്പം അങ്ങനെ ഇറച്ചി മീനൊന്നും വാങ്ങിയതൊന്നുമില്ല. നമ്മൾ ഉപ്പേരി വെച്ചു, കറി വെച്ചു, പപ്പടം കാച്ചി, മന്തി ഉണ്ടാക്കി, അങ്ങനെ അന്തിക്കത്തെ ചോറാക്കിട്ടോ. അതിൽ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇതാക്കണം, നമ്മൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വന്നാലും എവിടെ നിന്നാലും നമുക്ക് ഇതാക്കണ ഒരു നേരം പോക്ക് സീരിയൽ തന്നെയാണ് കേട്ടോ. വേറെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മക്കളും കുട്ടികളൊക്കെ വലിയ വലിയ കുട്ടികളായിക്കണത് ആലോചിക്കാൻ പാകത്തിലുള്ള കുട്ടികളൊന്നും ഇല്ലാനും. അപ്പോൾ വീട്ടിലാണെങ്കിലും ഇതാ സീരിയൽ, കുളിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ടി വിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കായി ഒരു 3-4 സീരിയൽ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇരുന്ന് കാണുന്ന പണിയാണ്. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കും, അത് കാണുന്ന പണിയാണ്. പിന്നെ ഈ ഒരു കമ്മൽ ഇതാക്കി വേണ്ടിയിട്ട് കൊണ്ടുവന്ന കേട്ടോ. അമ്മ ഒരു മാല വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയതാണ് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്, ഒരു രസം കണ്ടിട്ട് വാങ്ങിയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പൊതുവേ എൻ്റെ കാതിൽ ആ ഒരു പാലക്കേൻ്റെ കമ്മലല്ലേ, അമ്മക്കാണെങ്കിൽ അത് കാണണേ ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും പറയും അത് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളെ സ്വർണ്ണ കമ്മലാണെങ്കിൽ ഇന്നാളൊരു ദിവസം ബാങ്കിൽ വെച്ചതാട്ടോ, ഇതുവരെ എടുത്തിട്ടില്ല, അതൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ അടുത്ത യൂട്യൂബിൻ്റെ വരുവാനൊക്കെ കിട്ടട്ടെ, കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ പറ്റും, എന്നിട്ട് വേണം നമുക്കൊന്ന് അതൊക്കെ തട്ടിക്കൂട്ടി എടുക്കുക. അപ്പം അങ്ങനെ ഇതാക്കണം. അമ്മ കൊണ്ടുവന്ന കമ്മൽ മഴത്തുള്ളി കമ്മൽ കേട്ടോ, പണ്ടത്തെ ആ ഒരു കമ്മലുണ്ടല്ലോ മഴത്തുള്ളി, അപ്പോൾ അതാണ് കൊണ്ടുവന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ടില്ലേ. അവർ നീണ്ടിട്ട് ഏതായാലും എൻ്റെ കഴുത്തറ്റം നിൽക്കുന്നുണ്ട്, അവിടെ മേലറ്റം നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മക്ക് ഇട്ട് കാണിച്ചു കൊടുക്കുകയെന്ന് ഞാൻ. അപ്പോൾ നല്ല രസമുണ്ട്. ചുമന്ന കല്ലാട്ടോ, മേലെയും താഴെയായിട്ട് നല്ല ചുമന്ന കല്ലാണ്. അപ്പോൾ അമ്മക്ക് അങ്ങനെയാണ്, അമ്മമാരങ്ങനെയാണല്ലോ, മക്കൾക്ക് എന്തില്ല എന്ന് കണ്ടറിഞ്ഞ് കൊണ്ടുവരലും കൊടുക്കലും ഒക്കെ അങ്ങനെയാണല്ലോ, അമ്മമാരാകുമ്പോൾ അങ്ങനെയാണ്.
അപ്പം ഒരു പറയുന്നതിന് മുന്നേ തന്നെ അത് എത്തിച്ചു കൊടുക്കുമല്ലോ അല്ലേ. അപ്പം എൻ്റെ അമ്മ തകണിക്ക് കമ്മലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അനിയത്തിൻ്റെ അടുത്ത് കൂടെ പോയിട്ടാണ് കേട്ടോ അമ്മ വന്നത്. അമ്മക്ക് ഒരു ദിവസം ലീവ് ചെയ്യുന്നു. ഒരു ദിവസം വന്നപ്പോൾ 2 മക്കളുടെ അടുത്ത് കൂടെയും പകുതി നിന്ന് ഉച്ചയാകുമ്പോൾ രാവിലെ വന്നിട്ടുണ്ട് അനിയത്തിൻ്റെ വീട്ടിൽ ഇടവണ്ണ. അപ്പോൾ വൈകുന്നേരം വരെ അമ്മ അവിടെ നിന്ന് പിന്നെ രാത്രി നമുക്ക് ഉറങ്ങാനായിട്ട് ഇതാ നമ്മളത്തേക്ക് വന്നു. ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് പോകും കേട്ടോ. പിറ്റേന്ന് തന്നെ നമുക്ക് ഹോട്ടലിൽ കയറാണ്ട് അവിടെ പണിക്കാർ കുറവാണെന്ന് പറഞ്ഞ് അപ്പോൾ ലീവില്ല, അതുകൊണ്ട് നേരത്തെ കാലത്ത് പോവും. അപ്പം ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് അമ്മൻ്റെ കഥ പറയാൻ. ഒരു നേരം നിൽക്കാമല്ലോ ഒഴിവില്ല കേട്ടോ. അപ്പം അവിടെ നിന്നോളി, പണിക്ക് പോകണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മൻ്റെ വർത്താനം എന്താ ചോദിച്ചാൽ ജീവൻ നയിക്കാൻ പറ്റുന്ന ആ ഒരു കാലത്തോളം ഞാൻ നയിച്ച് തന്നെ ജീവിക്കുന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ആ ഓലത് സന്തോഷം അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് ഞങ്ങൾ. പിന്നെ പണിക്ക് പോകണേന് ഞങ്ങൾ വല്ലാതാണ്ട് എതിര് പറയലില്ല കേട്ടോ. അമ്മ പറയുമ്പോൾ ഇതാണ് പറയുക. നമ്മൾ പറ്റയ്ക്കൊന്നും തീരെ വെജാതാകുമ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി, ഇപ്പൊക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പണിയിൽ തന്നെ നിന്നുകൊണ്ട് ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഓലെ സന്തോഷം അതാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും അങ്ങനെ ഇതാക്കണം. ഞങ്ങൾ പിന്നെ ചോർന്നായിരുന്നു എല്ലാവരും ഇതാക്കണം, മരുവനെ അതാക്കണം, പേരക്കുട്ടികളാക്കണം, ഒപ്പത്തിനൊപ്പം ഇരിക്കണം. ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ, അതാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അമ്മക്കും ചോറ് കൊടുത്തു. അമ്മൻ്റെ ചോറീറ്റൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വർത്താനം പറയണ്ടേ, അപ്പോൾ അവിടുത്തെ എല്ലാ വർത്താനമൊക്കെ പറയും കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനം പറയും. അപ്പോൾ ഞാൻ കുളിക്കാത്തത് കാരണം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. പിന്നെ വണ്ടി പോയി ഞാനും കുളിച്ച് വന്നിട്ട് ഓലപ്പോൾ ഇരുന്ന് ചോറുന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വണ്ടി പോയി കുളിച്ച് വന്നു. അപ്പോൾ അതിന് എല്ലാവരും ചോറീറ്റും കഴിഞ്ഞിട്ടു. എൻ്റെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് എല്ലാവരും ചോറീറ്റും കഴിഞ്ഞ് അതിൽ പിന്നെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അമ്മനോട് അങ്ങോട്ട് കുറേ വർത്താനം പറയാണ്ടത്. അപ്പം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാവരും പോയിട്ടാണ് കടന്നു. പിന്നെ വർത്താനമൊന്നും പറയാൻ നിന്നില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ അമ്മ പോയിട്ടോ. അങ്ങനെയാണ് ഉള്ളത്. നേരത്തെ കാലത്ത് ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിട്ട് ഒരു 6 മണിയായപ്പോൾ തന്നെ അമ്മ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തോളിട്ടോ. ഞാൻ നാളെ വരെ ബൈ.